ഏവർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. കേരള PSC നടത്തുന്ന വിവിധ പരീക്ഷ ഗുണപ്രദമാകുന്ന രീതിയിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യപേപ്പറിലെ ചോദ്യം, ആ ചോദ്യവുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങൾ നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഇന്നത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ കാലഗണനക്രമം ഏതെന്നാണ്. വൈക്കം സത്യാഗ്രഹം, ചാനാലകള, ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ കലാപം എന്നിങ്ങനെ 4 സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് കാലഗണനക്രമത്തിൽ നമ്മളൊന്ന് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ശരിയെന്ന് കണ്ടുപിടിക്കുക. ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ചാനാലകളെയാണ് ആദ്യം നടന്നിരിക്കുന്ന സംഭവം. അതായത് നമ്മുടെ ഉത്തരം ആരംഭിക്കുന്നത് 2-ൽ നിന്നാണ്. അതായത് A എന്ന് പറയുന്ന ഓപ്ഷനും C എന്ന് പറയുന്ന ഓപ്ഷൻ ഡിലീറ്റ് ആക്കാം. ബിയും ഡിയുമാണ് നമ്മുടെ മുന്നിലുള്ള ഓപ്ഷനുകൾ ഇനിയുള്ളത്. അതിൽ തന്നെ B എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ തുടർന്ന് നൽകിയിരിക്കുന്ന മലബാർ കലാപമാണ്. ഡി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരുമ്പോൾ വൈക്കം സത്യാഗ്രഹമാണ്. 1921 മലബാർ കലാപം, 1924 വൈക്കം സത്യാഗ്രഹം. അപ്പോൾ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അതായത് തന്നിരിക്കുന്ന 4 സംഭവങ്ങളെ കാലഗണന ക്രമത്തിൽ എഴുതുകയാണെങ്കിൽ ആദ്യം വരേണ്ടത് ചാനാലകളെയാണ്, അതിനുശേഷം വരേണ്ടത് മലബാർ കലാപം, അതിനുശേഷം വൈക്കം സത്യാഗ്രഹം, അതിനുശേഷം ക്ഷേത്രപ്രവേശന വിളംബരം. അപ്പോൾ കേരള PSC പരീക്ഷയിൽ ഇതേ രീതിയിലുള്ള ചോദ്യങ്ങൾ പലപ്പോഴായിട്ട് ഈ അടുത്ത് നടന്ന പരീക്ഷയിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ സംഭവങ്ങളും അത് നടന്നിരിക്കുന്ന വർഷങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് അഞ്ചുതെങ്ങ് കലാപമാണ്. അഞ്ചുതെങ്ങ് കലാപം നടന്നിരിക്കുന്നത് 1697 അഞ്ചുതെങ്ങ് കലാപം നടന്ന ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് 1697 അഞ്ചുതെങ്ങ് കലാപം ഏത് വർഷമാണ് നടന്നത്? 1697. 1697 ശേഷം ആറ്റിങ്ങൽ കലാപം 1721. ഇത് രണ്ടും PSC റിപ്പീറ്റ് ആയി ചോദിക്കുന്നതാണ്. അഞ്ചുതെങ്ങ് കലാപം എന്താണെന്ന് വെച്ചാൽ 1697. ആറ്റിങ്ങൽ കലാപം എന്താണെന്ന് വെച്ചാൽ 1721. പരശി വിപ്ലവം 1793-97 കാലഘട്ടത്തിൽ ഒന്നാം പരശി വിപ്ലവവും 1800-1805 കാലഘട്ടത്തിലാണ് രണ്ടാം പരശി വിപ്ലവം നടക്കുന്നത്. 1793-97 ഒന്നാം പരശി വിപ്ലവം, 1800-1805 കാലഘട്ടം രണ്ടാം പരശി വിപ്ലവം. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടു ആറ്റിങ്ങൽ കലാപം 1697, അഞ്ചുതെങ്ങ് കലാപം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1697, ആറ്റിങ്ങൽ കലാപം ചോദിച്ചാൽ 1721, പരശി വിപ്ലവം ചോദിച്ചാൽ 1793-97 കാലഘട്ടം ഒന്നാം പരശി വിപ്ലവം, 1800-1805 കാലഘട്ടം രണ്ടാം പരശി വിപ്ലവം. ഇനി അടുത്ത് കുണ്ടറ വിളംബരമാണ്. ഉത്തരവ് തവണ PSC ചോദിച്ചിരിക്കുന്ന മറ്റൊരു തീയതിയാണ്. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം വേലുത്തമ്പി ദളവ പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ആരാണ് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചതെന്നൊക്കെ PSC ചോദിക്കാറുണ്ട്. വേലുത്തമ്പി ദളവയാണ് 1809 ജനുവരി 11. ഈ PSC റിപ്പീറ്റ് ചെയ്ത മറ്റൊരു വർഷമാണ് കുറിച്യ കലാപം. കുറിച്യ കലാപം നടക്കുന്നത് വയനാട് ജില്ല കേന്ദ്രീകരിച്ചാണ്. പ്രധാന നേതാവാരാണ്? രാമൻ നമ്പിയാണ്. അപ്പോൾ കുറിച്യ കലാപം 1812 വയനാട് ജില്ല കേന്ദ്രീകരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടു കുണ്ടറ വിളംബരം നടന്ന വർഷം 1809 ജനുവരി 11. കുറിച്യ കലാപം നടന്നിരിക്കുന്നത് 1812. ഇനി അടുത്തത് ചാനാലകളയാണ്. 1859 ചാനാലകള പറയുന്നത്. അതായത് ഇവിടെ ഒന്നാം ചാനാലകള നടന്നത് 1822 കാലഘട്ടം മുതലാണ്. അതിനുശേഷം ഇങ്ങോട്ട് ആ ഒരു പ്രക്ഷോഭം നടക്കുന്നുണ്ട്. അവരുടെ ആ ഒരു മാറുമറയ്ക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം നേടിയെടുക്കാനുള്ള പ്രക്ഷോഭം ഇങ്ങോട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ 1859 ആയപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കാൻ അനുവാദം തിരുവിതാംകൂർ രാജാവായിട്ടുള്ള ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ നൽകുന്നത്. 1859 ജൂലൈ 26. അപ്പോൾ ആ 1859 ഇവിടെ നമ്മൾ എന്തായിട്ട് പറയുന്നത് ചാനാലകള നടന്ന വർഷമായിട്ടൊക്കെ കണക്കാക്കുന്നത്. അപ്പോൾ ഒന്നാം ചാനാലകള ആരംഭിക്കുന്ന 1822. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, ഈ ഒരു അനുവാദം കൊടുക്കുന്ന ആരാന്ന് വെച്ചാൽ തിരുവിതാംകൂറിലെ ഏത് ഭരണാധികാരിയാണെന്ന് വെച്ചാൽ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും. മലയാളി മെമ്മോറിയൽ നടന്ന ഏത് വർഷമാണെന്ന് PSC എപ്പോഴും ചോദിക്കും. 1891 ജനുവരി 1. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്ന ആർക്കാണ്? ശ്രീമൂലം തിരുനാളിനാണ്. 1028 പേരാണ് ഇതിൽ ഒപ്പിട്ടത്. ഈഴവ മെമ്മോറിയലിലേക്ക് വരുമ്പോൾ 1896 സെപ്റ്റംബർ 3 ഇത് സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിന് തന്നെയാണ്. അപ്പോൾ 1896 ഈഴവ മെമ്മോറിയൽ. 1891 വരുമ്പോൾ മലയാളി മെമ്മോറിയൽ. അപ്പോൾ 1891 മലയാളി മെമ്മോറിയൽ ജനുവരി മാസം 1 1896 സെപ്റ്റംബർ 3 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നു. ഇനി രണ്ടാം ഈഴവ മെമ്മോറിയൽ ഉണ്ട്. അത് സമർപ്പിക്കുന്നത് 1900 അത് കസൻ പ്രഭുവിനാണ് സമർപ്പിക്കുന്നത്. പുലിയലകള അല്ലെങ്കിൽ ഊരുട്ടമ്പൽ ലഹള എന്നറിയപ്പെടുന്നു. 1915. അതായത് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട 3 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. അതിലൊന്ന് 1915 നടന്ന പുലിയലകള അല്ലെങ്കിൽ ഊരുട്ടമ്പൽ ലഹള. പുലിയലകള അല്ലെങ്കിൽ ഊരുട്ടമ്പൽ ലഹള നടക്കുന്നത് 1915. അയ്യങ്കാളിയാണ് ഇത് നേതൃത്വം കൊടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് പെരുന്നാൾ ലഹള, അല്ലെങ്കിൽ ഇതിനെ തന്നെയാണ് കല്ലുമാല സമരം എന്ന് വിളിക്കുക. കൊല്ലം ജില്ലയിലെ പെരുന്നാൾ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ട് പെരുന്നാൾ ലഹള എന്നറിയപ്പെടുന്നു. അതേപോലെ തന്നെ കല്ലുമാല സമരം എന്നും അറിയപ്പെടുന്നു. ഇത് നേതൃത്വം നൽകിയത് ആര് തന്നെയാണ്? അയ്യങ്കാളി തന്നെയാണ്. ഏത് വർഷമാണ്? 1915. ഇതുപോലെ തന്നെ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട മറ്റൊന്നാണ് വില്ലുവണ്ടി യാത്ര എന്ന് പറയുന്നത്. 1893 ചരിത്രപ്രസിദ്ധമായിട്ടുള്ള വില്ലുവണ്ടി യാത്ര അയ്യങ്കാളി നടത്തിയത് വെങ്ങാനൂർ മുതൽ തിരുവനന്തപുരം വരെ.
ഏത് വർഷമാണെന്ന് വെച്ചാൽ 1893 അപ്പോൾ നമ്മുടെ മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, അതിന് രണ്ടിന് ഇടയിലായിട്ടാണ് ഇത് വരിക, വില്ലുവണ്ടി യാത്ര വരിക. ഇനി അടുത്തത് മലബാർ കലാപമാണ്. 1921 ആ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്നതാണ് ഇത് വാഗൺ ട്രാജഡി എന്ന് പറയുന്ന സംഭവം. 1921 നവംബർ 10 ഈ വർഷം PSC റിപ്പീറ്റഡ് ആണ്. 1921 നവംബർ 10. ഈ ഒരു പരീക്ഷ തന്നെ നമ്മളിനി കാണും. അതായത് ഇപ്പോൾ ഞാൻ ഈ പരിചയപ്പെടുത്തുന്ന ഈ ഒരു ചോദ്യപേപ്പറിലെ മറ്റൊരു ചോദ്യമായിരുന്നു ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വാഗൺ ട്രാജഡി നടന്ന വർഷം എന്ന് പറഞ്ഞിട്ട് 1921 നവംബർ 13 എന്നാണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ എന്താണ് 1921 നവംബർ 10 എന്നാണ്. അപ്പോൾ കൃത്യമായിട്ട് അത് ഓർത്തിരിക്കുക. ഇനി അടുത്തത് പൗരസമത്വവാദ പ്രക്ഷോഭമാണ്. അതൊരു കാലഘട്ടമാണ്. 1919, 22 ആ ഒരു കാലഘട്ടമാണ്. അഹന്തുക്കൾക്കും അവർണർക്കും റവന്യൂ വകുപ്പിൽ ജോലി ലഭിക്കുന്നതിനായിട്ട് നടന്ന പ്രക്ഷോഭമാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ റവന്യൂ വകുപ്പും ദേവസ്വം വകുപ്പും ഒരുമിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ അഹിന്ദുക്കൾക്കും അവർണർക്കും ഒന്നും ജോലി ലഭിക്കത്തുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നടത്തിയതാണ് ഈ പറയുന്ന പൗരത്വവാദ പ്രക്ഷോഭം എന്ന് പറയുന്നത്, പൗരസമത്വവാദ പ്രക്ഷോഭം എന്ന് പറയുന്നത് 1919, 22 കാലഘട്ടത്തിൽ. ഇതേ തുടർന്ന് എന്ത് സംഭവിച്ചു? ഈ ദേവസ്വം വകുപ്പ് റവന്യൂ വകുപ്പിൽ നിന്നും വേർതിരിച്ചു. ഇതിനെ പിന്തുണച്ച ഒരു പത്രമുണ്ട്, ഈ അടുത്തൊരു പരീക്ഷ പേപ്പറിൽ കണ്ടതാണ്, സ്വരാടാണ്. സ്വരാട് എന്ന് പറയുന്ന പത്രം എന്താണ്? AK പിള്ളയുടെ പത്രമാണ്. ഈ പറഞ്ഞ പൗരസമത്വവാദ പ്രക്ഷോഭത്തെ പിന്തുണച്ച പത്രമാണ്. AK പിള്ളയുടെ പത്രമാണ് സ്വരാട്. ഇനി അടുത്തത് വൈക്കം സത്യാഗ്രഹമാണ്. 1924 മാർച്ച് 30 ആരംഭിച്ചു. 1925 നവംബർ 23 അവസാനിച്ചു. 603 ദിവസം നീണ്ടുനിന്നു. ഇതെല്ലാം PSC ചോദിച്ചതാണ്. എത്ര ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നെന്ന് വെച്ചിട്ടുണ്ട്. ഉത്തരമായിട്ട് വരേണ്ടത് 603 ദിവസമാണ്. 1924 മാർച്ച് 30 ആരംഭിച്ചു. 1925 നവംബർ 23 അവസാനിച്ചു. ശുചീന്ദ്രം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹത്തിന് ശേഷം ദക്ഷിണ തിരുവിതാംകൂറിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സത്യാഗ്രഹമാണ്. 1926 ശുചീന്ദ്രം സത്യാഗ്രഹം. അപ്പോൾ ശുചീന്ദ്ര സത്യാഗ്രഹം ഏത് വർഷമാണ്? 1926. ദക്ഷിണ തിരുവിതാംകൂറിലെ വൈക്കം സത്യാഗ്രഹത്തിന് ശേഷം സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സത്യാഗ്രഹമാണ്. ഈ അടുത്ത് നടന്ന ഒരു പരീക്ഷയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു അല്ലേ? വൈക്കം സത്യാഗ്രഹം എന്താണ്? സഞ്ചാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ്. ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹമല്ല വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? സഞ്ചാര സ്വാതന്ത്ര്യം എന്നായി. അതായത് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം. ഇതായിരുന്നു എന്ത്? വൈക്കം സത്യാഗ്രഹത്തിന്റെയും ശുചീന്ദ്ര സത്യാഗ്രഹത്തിന്റെയും ഒക്കെ ലക്ഷ്യമെന്ന് പറയാം. അപ്പോൾ ശുചീന്ദ്ര സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം എന്നിവ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ്? സഞ്ചാര സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി അടുത്ത കേരള ഉപ്പ് സത്യാഗ്രഹമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റ് ആണ്. 1930 ഏപ്രിൽ 13 കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേളപ്പന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിക്കുന്നത് 1930 ഏപ്രിൽ 13 1930 ഏപ്രിൽ 13. അത് അവിടെ ചെന്നിട്ട് ഈ പയ്യന്നൂരിൽ ചെന്നിട്ട് ഉപ്പ് കുറുക്കിക്കൊണ്ട് ഉപ്പ് നിയമം ലംഘിച്ചെന്നാണ് 1930 ഏപ്രിൽ 21. 1930 ഏപ്രിൽ 21. അപ്പോൾ 1930 ഏപ്രിൽ 13, 1930 ഏപ്രിൽ 21. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട തീയതിയാണ് യാചനയാത്ര. 1931 ദാരിദ്ര്യ വിദ്യാർത്ഥികളുടെ പഠന സഹായത്തിനുള്ള ഫണ്ട് സമാഹരിക്കുന്നതിന് വേണ്ടി നടത്തിയ യാത്രയാണ്. PT ഭട്ടതിരിപ്പാടാണ് നേതൃത്വം നൽകിയത്. തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയാണ്. അപ്പോൾ ആരാണ് ഇതിന് നേതൃത്വം നൽകിയത്? PT ഭട്ടതിരിപ്പാട്. ഏത് വർഷമാണ്? 1931. ഇനി മറ്റൊന്നാണ് ഗുരുവായൂർ സത്യാഗ്രഹം. 1931 നവംബർ 1 ആരംഭിച്ചു. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരാഹാരം അവസാനിപ്പിച്ചു 1932 ഒക്ടോബർ 2 കേളപ്പൻ. അപ്പോൾ ആരാണ് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരാഹാരം അവസാനിപ്പിച്ചത്? അല്ലെങ്കിൽ ഗുരുവായൂർ സത്യാഗ്രഹ സമയത്ത് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് കേളപ്പൻ. അപ്പോൾ അദ്ദേഹം നിരാഹാരം അവസാനിപ്പിക്കുന്നത് 1932 ഒക്ടോബർ 2 ആരുടെ നിർദ്ദേശപ്രകാരം എന്ന് ചോദിക്കും. ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം. സെപ്റ്റംബർ 21 അദ്ദേഹം നിരാഹാരം ആരംഭിച്ചത്. ഒക്ടോബർ 2 അവസാനിപ്പിച്ചു. 1931 നവംബർ 1 എന്ത് ആരംഭിക്കുന്നത്? ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ഇനി നിവർത്തന പ്രക്ഷോഭം 1932. നിവർത്തന പ്രക്ഷോഭം ഏത് വർഷമാണ്? 1932. ഇതേ തുടർന്നാണ് എന്ത് രൂപീകരിക്കുന്നത്? ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷനൊക്കെ രൂപീകരിക്കുന്നത്. അതേത് വർഷമാണ്? 1936. ഇനി വൈദ്യുത പ്രക്ഷോഭം 1936. 1936 പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് വൈദ്യുത പ്രക്ഷോഭം. പരീക്ഷയ്ക്ക് ചോദിക്കും വൈദ്യുത പ്രക്ഷോഭം നടന്നത് എവിടെയാണ്? തൃശ്ശൂർ കേന്ദ്രീകരിച്ചാണ് വൈദ്യുത പ്രക്ഷോഭം നടക്കുന്നത്. ഇനി അടുത്ത തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശനം, മലബാർ ക്ഷേത്രപ്രവേശനം, അതേപോലെ തന്നെ നമ്മുടെ കൊച്ചി ക്ഷേത്രപ്രവേശനം. ഈ 3 വർഷങ്ങൾ ഒരുമിച്ച് പഠിക്കാം. 1936 നവംബർ 12 തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത്. 1936 നവംബർ മാസം 12. മലബാറിലേക്ക് വരുമ്പോൾ 1947 ജൂൺ 2. കൊച്ചി ക്ഷേത്രപ്രവേശന വിളംബരം 1947 ഡിസംബർ 20. എന്നാൽ ഹിന്ദുമതക്കാർക്കെല്ലാം ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനുള്ള അനുമതി ലഭിക്കുന്ന ഏത് വർഷമാണ്? 1948. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 വർഷങ്ങളാണ് നമ്മൾ പഠിച്ചത്.
ഒന്ന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് PSC റിപ്പീറ്റായി ചോദിക്കുന്നത് തിരുവിതാംകൂർ ക്ഷേത്ര പ്രവേശന വിളംബരം 1936 നവംബർ മാസം 12. ഇനി മലബാർ ക്ഷേത്ര പ്രവേശന വിളംബരം 1947 ജൂൺ മാസം 2. അത് കഴിഞ്ഞ് കൊച്ചി ക്ഷേത്ര പ്രവേശന വിളംബരം 1947 ഡിസംബർ മാസം 20. ഇനി എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവാദം ലഭിച്ച വർഷം 1948. ഇനി അടുത്തത് PSC റിപ്പീറ്റ് ചെയ്യുന്ന മറ്റൊന്നാണ് പട്ടിണി ജാഥ. പട്ടിണി ജാഥ 1936 പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് AK ഗോപാലനാണ്. അതേപോലെ തന്നെ കണ്ണൂർ മുതൽ മദ്രാസ് വരെയാണ്. ഇതെല്ലാം PSC ചോദിച്ചതാണ്. ഉത്തരവാദ ഭരണ പ്രക്ഷോഭം 1938 മുതൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസും കൊച്ചി രാജ പ്രജാമണ്ഡലവും ചേർന്ന് നടത്തിയതാണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. 1938 ആരംഭിച്ചു. ഇവിടെ അറിഞ്ഞിരിക്കുന്ന മറ്റൊന്നാണ് രാജധാനി മാർച്ച്. ഈ ഉത്തരവാദ ഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നൊക്കെ അറിയപ്പെടുന്ന അക്കാമ ചെറിയാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്നതാണ് രാജധാനി മാർച്ച്. ഇത് 1938 എന്നാൽ PSC ഒരു പരീക്ഷയ്ക്ക് അവിടെ 1939 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉത്തരം രേഖപ്പെടുത്തുക. രാജധാനി മാർച്ച് ഏത് വർഷമാണ്? 1938. ഇനി അടുത്തത് തിരുവിതാംകൂർ ഉത്തരവാദ ഭരണം ദിനമായിട്ട് ആചരിച്ചത്. തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണ ദിനമായിട്ട് ആചരിച്ചത് 1939 ഫെബ്രുവരി 13. 1939 ഫെബ്രുവരി 13 കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത മൊറാഴ സമരം. PSC റിപ്പീറ്റായി ചോദിക്കുന്ന ഒരു വർഷമാണ് 1940 മൊറാഴ സമരം. ഇത് നടക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ കണ്ണൂരിലാണ് മൊറാഴ എന്ന കാര്യം ഓർത്തത്. അത് പരീക്ഷയ്ക്ക് ചോദിക്കും, എവിടെയാണെന്ന് ചോദിക്കും. അപ്പോൾ ഈ മുറം, നമ്മളെ വീട്ടിലൊക്കെ മുറത്തിൽ അരിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അരി പേറ്റാറില്ലേ? അപ്പോൾ നമ്മൾ കണ്ണ് കൊണ്ട് നോക്കും അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന്. അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. മുറം, കണ്ണ്, കണ്ണൂർ. അപ്പോൾ കണ്ണൂരിലാണ് ഏത് വരുന്നത്? മൊറാഴ സമരം നടക്കുന്നത് 1940. ഇനി കയ്യൂർ സമരം PSC ചോദിക്കും 1941. അതെവിടെയാണ്? കാസർഗോഡാണ്. കാസർഗോഡിലാണ് കയ്യൂർ സമരം. കയ്യൂർ സമരം നടക്കുന്നത് കാസർഗോഡാണ്. കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് എന്ന് പറയുന്ന താലൂക്കിലാണ് 1941. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച വർഷമാണ് 1939. എവിടെയാണ് രൂപീകരിച്ചത്? കണ്ണൂർ പിണറായിലെ പാറപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇനി അടുത്തത് കീഴരിയൂർ ബോംബ് കേസ്. PSC റിപ്പീറ്റായി ചോദിക്കുന്നതാണ്. മലബാറിലെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തോട് അനുബന്ധിച്ച് നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ് 1942 നവംബർ 17. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് ഇപ്പോഴും ചോദിക്കും. KB മേനോനാണ്. കീഴരിയൂർ ബോംബ് കേസ് എവിടെയാണ്? കോഴിക്കോട് ജില്ല കേന്ദ്രീകരിച്ചാണ്. ഇനി അടുത്തത് പുന്നപ്ര വയലാർ സമരം. PSC ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ്. 1946 ആലപ്പുഴ ജില്ല കേന്ദ്രീകരിച്ച് പുന്നപ്ര വയലാർ സമരം. അതേ വർഷം തന്നെയാണ് കരിവെള്ളൂർ സമരം 1946. കരിവെള്ളൂർ എവിടെയാണെന്ന് ചോദിക്കും. കണ്ണൂരിലാണ് കരിവെള്ളൂർ. കരിവെള്ളൂർ സമരനായികയുടെ പേര് ഓർക്കുക, K ദേവയാനി. K ദേവയാനിയാണ് കരിവെള്ളൂർ സമരനായിക. 1946 മറ്റൊരു സംഭവമാണ് തോൽവിറക് സമരം. തോൽവിറക് സമരം കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് നടക്കുന്നത്. തോൽവിറക് സമരനായിക ആരെന്ന് വെച്ചാൽ കാർത്തിയായനി. അപ്പോൾ ഇവിടെ കരിവെള്ളൂർ സമരനായിക K ദേവയാനി, തോൽവിറക് സമരനായിക കാർത്തിയാനി. ഈ പാല്യ സത്യാഗ്രഹം 1947 ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്ത് ശ്രീ കേശവൻ 1947 ഡിസംബർ 24. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കേരളത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം ഏതെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 1947 പാലിയം സത്യാഗ്രഹമാണ്. പാലിയം സത്യാഗ്രഹം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്ത് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. C കേശവനാണ്. ഏത് ദിവസമാണെന്ന് വെച്ചാൽ 1947 ഡിസംബർ 24. ഇനി അടുത്തത് ഐക്യകേരള പ്രസ്ഥാനം 1947. ഐക്യകേരള പ്രസ്ഥാനം ശക്തമാക്കാൻ KPCC ഉപസമിതി രൂപീകരിച്ചു 1946. ഉപസമിതിയുടെ യോഗത്തിന് അധ്യക്ഷത വഹിച്ചവരാണ് അന്നത്തെ KPCC പ്രസിഡന്റ് ആയിട്ടുള്ള KP കേശവമേനോനാണ്. ഉപസമിതിയുടെ തീരുമാനപ്രകാരം ഐക്യകേരള സമ്മേളനം നടന്ന്, ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്, ഐക്യകേരള സമ്മേളനം നടന്ന വർഷം 1947. എവിടെ വെച്ച് നടന്നു എന്ന് വെച്ചാൽ തൃശ്ശൂരിൽ വെച്ച് നടന്നു. ആരാണ് അധ്യക്ഷത വഹിച്ചതെന്ന് വെച്ചാൽ K കേളപ്പൻ. ഇതെല്ലാം PSC റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്, ഓർത്തിരിക്കുക. ഇനി അടുത്ത കടക്കൽ പ്രക്ഷോഭമാണ് 1932. അതുപോലെ തന്നെ തളി ക്ഷേത്ര സമരം 1917. തളി ക്ഷേത്ര സമരം 1917. പ്രധാന നേതാവാരാണ്? C കൃഷ്ണനാണ്. കോഴിക്കോട് തളി ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും എല്ലാ ഹൈന്ദവർക്കും ആയിട്ട് തുറന്നു കൊടുക്കുക. ഇതാണ് എന്ത്? തളി ക്ഷേത്ര സമരം. അപ്പോൾ തളി ക്ഷേത്രം എവിടെയാണെന്ന് ചോദിക്കും. കോഴിക്കോടാണ്. ആരാണ് ഇത് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട നേതാവ് എന്ന് വെച്ചാൽ C കൃഷ്ണനാണ്. ഏത് വർഷമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 1917. എല്ലാ വഴികളും എന്ത് ചെയ്യണം? ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള എല്ലാ വഴികളും എല്ലാ ഹൈന്ദവർക്കായിട്ട് തുറന്നു കൊടുക്കുക. ഇതും എന്താണ്? സഞ്ചാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി കുട്ടംകുളം സമരം. കുട്ടംകുളം സമരം എന്ന് പറയുന്നത് തൃശ്ശൂരിലെ ഇരിങ്ങാലക്കുട കൂടമാണിക്യ ക്ഷേത്രത്തിലെ ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടി നടന്ന സമരമാണ്. ഇവിടെ ക്ഷേത്ര പ്രവേശനമാണ്. ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്? തൃശ്ശൂർ ജില്ലയിലെ കൂടൽമാണിക്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ കുട്ടംകുളം സമരം നടക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൂടൽമാണിക്യ ക്ഷേത്രത്തിലാണ്. അതേപോലെ തന്നെ ഏത് വർഷമാണ്? 1946. 1946. ഇനി മാഹി വിമോചന സമരം മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിന് നേതൃത്വം നൽകിയത് ആരാണ്? മയ്യഴി മഹാജന സഭയാണ്. അതേപോലെ തന്നെ
1938 ആ ഒരു വർഷത്തിലാണ് മയ്യഴി മഹാജനസഭ രൂപീകരിക്കുന്നത്. നമുക്കറിയാം മാഹി എന്ന് പറയുന്നത് ഏത് വിദേശ ശക്തിയുടെ ആധിപത്യത്തിലായിരുന്നു? ഫ്രഞ്ച് അധീനതയിലായിരുന്നു. ഇനി പ്രധാനപ്പെട്ട നേതാവ് ആരാണ്? IK കുമാരൻ മാസ്റ്ററാണ്. അദ്ദേഹത്തെയാണ് മയ്യഴി ഗാന്ധി എന്ന് വിളിക്കുന്നത്. ഇനി മാഹി ഫ്രഞ്ച് അധീനതയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടത് 1954 ജൂലൈ മാസം 16-നാണ്. അതായത് ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയ വർഷം ചോദിച്ചാൽ 1956. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഇത് PSC പരീക്ഷയിൽ ഇപ്പോൾ പലവട്ടമായിട്ട് ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ കാലഗണന ക്രമത്തിൽ എഴുതുക എന്ന രൂപത്തിലായിരിക്കും. അങ്ങനെ പരീക്ഷയ്ക്ക് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്ന് ഓടിച്ചു നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ചോദ്യം, ആ ചോദ്യത്തിൽ നിന്ന് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലാണ് ഈ ഒരു വീഡിയോ സീരീസ് നിങ്ങളുടെ മുന്നിലേക്ക് തുടക്കം കുറിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ക്ലാസ് പരിചയപ്പെടുത്തി ഗുണപ്രദമായിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.